അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ചില്ലുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞങ്ങൾ ആലുവയിൽ നിന്ന് ഞങ്ങൾ ചാവക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം ചില്ലുവിൻ്റെ വീട്ടിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇവിടെ നാസ്തയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ കൊച്ചാപ്പിയും ചില്ലുവിൻ്റെ വാപ്പാൻ്റെ അനിയനും ഭാര്യയും ഉംറക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ചയാണ്. അപ്പോൾ ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പോക്കിൽ കയറി അതങ്ങോട്ട് കഴിയുമല്ലോ. പിന്നെ അതിനായിട്ട് ഇത്രയും ദൂരമാണല്ലോ. അപ്പോൾ നമുക്ക് യാത്രകൾ കഴിഞ്ഞിടത്തോളം ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാസ്തയൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാനായിട്ട് അവിടെ കൊച്ചാപ്പാൻ്റെ വീട് അപ്പുറത്ത് തന്നെ കേട്ടോ, തൊട്ടപ്പുറത്ത് തന്നെയാണ്. അവിടെ കയറി യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കുക. ചില്ലുവിൻ്റെ കാക്കാൻ്റെ ഭാര്യയാണ് അത്. വലിയ കാക്കാൻ്റെ ഭാര്യയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. പിന്നെ ഉമ്മയാണ്. അപ്പോൾ ഞങ്ങളെ ഒരു യാത്ര അയക്കാണ്. വാപ്പയൊക്കെ കടയ്ക്ക് പോയിട്ടോ. അപ്പോൾ അവർക്ക് വാച്ചിൻ്റെ കടയാണ് വാപ്പാക്ക്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയതായത് മോനിക്ക് എൻ്റെ മരുമോൻ മുട്ടായി വാങ്ങിക്കാൻ കേട്ടോ. ഡയറി മിൽക്ക് വേണം ഇടയ്ക്കിടയ്ക്ക് അവനക്ക്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ആങ്ങളുടെ അളിയൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ്റെ ആങ്ങളുടെ മോളെ കല്യാണം. അപ്പോൾ പെരിന്തൽമണ്ണ എത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഇടയ്ക്കും തലക്കൊക്കെ എടുത്ത സ്ഥലമാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ബോറടി വേണ്ടല്ലോ. പക്ഷേ പെരിന്തൽമണ്ണ എത്തുമ്പോൾ നമുക്ക് എന്തായാലും വീഡിയോസ് എടുക്കാൻ നമ്മളൊരിക്കലും അതിന് കഴിയില്ല, എടുക്കാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ പെരിന്തൽമണ്ണ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും നമ്മളെ ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ പെരിന്തൽമണ്ണയാണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കെട്ടിടങ്ങളും വീടുകളും ആളുകൾക്കൊക്കെ മാറ്റമുണ്ട് കേട്ടോ. അത് നമ്മൾ വലിയ പള്ളി, ടൗൺ പള്ളിയാണ് പെരിന്തൽമണ്ണത്തെ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയാൽ നമ്മളെ വീടെത്തുമല്ലോ, മൗലാനയൊക്കെ കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് നമ്മളെ സ്കൂൾ ജീവിതം. അല്ലാതെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ പെരിന്തൽമണ്ണ ഒരു ദിവസം പോലും പെരിന്തൽമണ്ണക്ക് ഞാൻ ഈ പെരിന്തൽമണ്ണൻ്റെ മിക്ക ഭാഗത്തും എൻ്റെ വല്യമ്മാൻ്റെ കൈ പിടിച്ച് പോയത് സ്ഥലമാണ്. അപ്പോൾ അന്നൊക്കെയാണ് നടന്ന് തന്നെയാണ് പെരിന്തൽമണ്ണക്ക് പോരുള്ളൂ. അന്നൊന്നും ഓട്ടോയിൽ കയറുമൊന്നുമില്ല. ഉമ്മാൻ്റെ കൂടെ എപ്പോഴും എല്ലാ സ്ഥലത്തേക്കും ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും എന്തൊക്കെ ആവശ്യമുണ്ട് അതിനൊക്കെ. പിന്നെ തറവാടിൻ്റെ തൊട്ടടുത്ത് എത്താറായി. അപ്പോൾ തറവാട്ടിലിപ്പോൾ കയറുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ ആ ഒരു ടൈം കഴിയൂല. അപ്പോൾ മാമാൻ്റെ 2 മാമന്മാരെയും നമ്മളെ തറവാടും ഒക്കെ വീടും ഒക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും തിരിച്ച് വരുമ്പോൾ കയറും കേട്ടോ. വല്യമ്മ ഉണ്ട് ഇവിടെ. വല്യമ്മാനെ കാണാനൊക്കെ തിരിച്ച് വരുമ്പോൾ കയറണം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തായാലും സമയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്തായാലും അങ്ങേ വശത്തേക്ക് അങ്ങനെ പോകുമ്പോൾ നമ്മൾ വലത്ത് വശത്തേക്ക് പിടിച്ചിട്ട ക്യാമറ. കാരണം ഈ പള്ളീൻ്റെ ഒരിക്കലും എനിക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വാപ്പയും ഉമ്മയും എൻ്റെ കൂടപ്പുറപ്പും എൻ്റെ വല്യമ്മയും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ എന്തായാലും സ്ലോ ആയി അതൊന്നും എടുക്കും കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലെത്തി. ഇത് പെണ്ണിൻ്റെ ഉമ്മയാണ് കേട്ടോ. ആ നിൽക്കണ എൻ്റെ നാത്തൂനാണ്. അപ്പം എൻ്റെ അനിയത്തിയും മക്കളും എല്ലാവരും മരുമോനും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു മദ്രസ ഹാളിലാണ്, പള്ളിയുടെ മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ നല്ല വെയിലുമാണ്, അതുപോലെ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ടേബിളൊക്കെ ഒഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ബ്രദറും നാത്തൂനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുക. എൻ്റെ അനിയത്തിൻ്റെ 2ാമത്തെ മോളാണ് കേട്ടോ. അവൾ പഠിക്കുകയാണ്. മൂത്ത മോളാണ് ഈ ബ്ലൂ കേട്ടോ. മറ്റതൊക്കെ എൻ്റെ മക്കളാണ്. ബ്ലോഗിലൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അതിൻ്റെ ഐതുകൂട്ടനാണ്. അപ്പോൾ പുതിയണ്ണിൻ്റെ കുറേ കൂട്ടുകാരികൾ എല്ലാവരും അവിടെ ഫോട്ടോസൊക്കെ തകൃതിയായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളേതായാലും അവിടെ ഫാൻ്റെ കാറ്റൊക്കെ കൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും മക്കളൊക്കെ അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കാനുണ്ടാവുമല്ലോ. കാരണം ഞാൻ എൻ്റെ അനിയത്തിനെ കണ്ടിട്ട് കുറേ ആയിട്ടോ, ഏകദേശം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഫോൺ ചെയ്യും. അതുകൊണ്ടൊരു ഡിസ്റ്റൻസും നമുക്ക് ഇല്ലാണ്ട് തോന്നണില്ലെങ്കിലും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു അങ്ങനെ പുതിയണ്ണിൻ്റെ അടുത്തേക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരികളും കൂടെ പഠിച്ചവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ലോണം ആളുകളുണ്ട്, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ നാത്തൂന് ഇടയ്ക്കിടയ്ക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ വർത്താനം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും തീരാത്ത ആളുകളാണ്. എത്ര പറഞ്ഞാലും
എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്താണെങ്കിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പം എൻ്റെ അനിയത്തിൻ്റെ മോള് ഇങ്ങനെ എൻ്റെ മടിയിൽ വന്നിരിക്കാൻ പറയട്ടെ, അമ്മ അതൊക്കെ ഉണ്ടോ, എനിക്ക് ബലമുണ്ടോ എൻ്റെ കാലുമ്മേ, കാരണം ഒരു ചെറുപ്പത്തിൽ ഞാൻ അത്രയും ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇതിൽ എൻ്റെ മടിയിൽ തന്നെ കയറി നിൽക്കുകയാണ്. അപ്പോൾ വില ഉണ്ടോ എൻ്റെ മടിയിലിരുത്താനെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിൻ്റെ മോളവൾ പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇത് കുറച്ച് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിട്ടോ, ചെറിയൊരു കാലുമ്മ ഒരു ചെറുതാണ് എങ്കിലും നമുക്ക് വലുതാണല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ എൻ്റെ മടിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെത്ര വലുതായാലും നമുക്ക് അങ്ങനെ തോന്നൂലല്ലോ. അപ്പോൾ അതാ എൻ്റെ നാത്തൂൻ്റെ ഉമ്മയാണ് കേട്ടോ അത്. പിന്നെ എൻ്റെ ബ്രദറ്, എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. മറ്റുള്ള കുടുംബങ്ങളല്ല, ഞാനും എൻ്റെ അനിയത്തിൻ്റെ അങ്ങനെ എൻ്റെ ജ്യേഷ്ഠത്തിനെ കാത്തി ഞങ്ങൾ നിൽക്കുകയാണ് കേട്ടോ. ജ്യേഷ്ഠത്തിക്ക് സുഖമില്ല, അവൾ കൈയൊക്കെ ഇങ്ങനെ വീണിട്ട് ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാലും വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പിനെസ് ആട്ടോ. എത്രയേ പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടികൾ തമ്മിൽ എല്ലാവരും കൂടി കണ്ടിട്ടുള്ള സന്തോഷം. ചിക്കൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടേബിളൊക്കെ കിട്ടി. ഞങ്ങൾ കാത്തു നിന്നിട്ടാണ് ഞങ്ങൾക്ക് ടേബിൾ ഒക്കെ കിട്ടി. അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മാങ്ങാച്ചാർ കേട്ടോ. ഇപ്പോഴും അതിൻ്റെ രുചി മാറിയിട്ടില്ല. ബീഫുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ കച്ചമ്പർ. അത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് എൻ്റെ കൂടെ പഠിച്ചേട്ടോ. എൻ്റെ 5ാം ക്ലാസ് തൊട്ട് പഠിച്ചതാണ്. പക്ഷെ എനിക്ക് ആളെ അറിയില്ല. എൻ്റെ നാത്തൂൻ്റെ സ്വന്തത്തിലേക്ക് തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിശേഷം പറയാണ്. ഫോൺ നമ്പറും എല്ലാം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയങ്ങൾ സംസാരിച്ചിട്ടോ. കാരണം എൻ്റെ നാത്തൂൻ്റെ ആങ്ങളുടെ കല്യാണത്തിന് വന്നപ്പോൾ ഇവളിന്നെ നോട്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ നാത്തൂനോട് ഇങ്ങനെ സംസാരിക്കണ്ടായി. പക്ഷേ എനിക്ക് ആളെ മനസ്സിലായില്ല. പിന്നെ ഏകദേശം പറഞ്ഞ് കുറേ സമയമായപ്പോഴാണ് എനിക്ക് ആളെ ബോധ്യപ്പെട്ടത്, എനിക്ക് മനസ്സിലായതട്ട ആൾ. ഏകദേശം നമ്മൾ അത്രയും ചെറുപ്പത്തിൽ സ്കൂൾ ജീവിതമൊക്കെ ഒഴിവാക്കിയതല്ലേ. കാരണം അത്രയും ഇപ്പോഴത്തെ മാതിരിയല്ലല്ലോ അന്ന്. പിന്നെ കുറേ എത്രയേ അനുഭവങ്ങളും കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലെ നട്ടോട്ടും മട്ടോട്ടത്തിൽ കൂടി എല്ലാം മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ എൻ്റെ അനിയത്തിയും ഭർത്താവും ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും പുതിയാപ്പിള വന്നിട്ട് ഞങ്ങൾക്ക് എൻ്റെ താത്താൻ്റെ വീട് പുതിയാപ്പിളൻ്റെ വീടൊക്കെ ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് പുതിയാപ്പിളൻ്റെ കൂടെ അങ്ങോട്ട് പുതിയൻ്റെ കൂടെ പോയിട്ട് പിന്നെ അങ്ങനെ പോയിട്ട് വീട്ടിൽ പോകാമെന്നാണ്. പക്ഷേ അത് മഹരിബിന് ശേഷമാണ് കേട്ടോ പുതിയണ്ണിൻ്റെ ഒക്കെ പോണത്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. ഏതായാലും പുതിയാപ്പിള വന്നിട്ട് നമുക്ക് താത്താൻ്റെ വീട്ടിൽ കയറിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഒരിക്കലും മതിയാവാത്ത സംസാരം. അതാണ് അങ്ങനെ പറയാം കേട്ടോ. ഒട്ടും നമുക്ക് എത്ര പറഞ്ഞിട്ടും, കാരണം ഞാനൊരു സെക്കൻഡ് പോലും ഞാൻ എന്താ പറയുക ഇവരെ കണ്ടിട്ട് വിട്ട് നിന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടി വർത്തമാനം പറയുന്ന കുട്ടികളും ഞങ്ങളെല്ലാവരും കേട്ടോ. അപ്പോൾ പുതിയാപ്പിള എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിക്കാഹ് കുറച്ച് മുമ്പ് കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ ഗൾഫിൽ നിന്ന് ഇപ്പോൾ അടുത്ത ദിവസമാണ് വന്നത്. അപ്പോൾ ഗൾഫിൽ പോണതിൻ്റെ മുമ്പ് കല്യാണം നിക്കാഹൊക്കെ കഴിഞ്ഞതായിരുന്നു. അപ്പോൾ രാവിലെ ഡ്രസ്സെല്ലാം അവരെന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നിക്കാഹും കഴിഞ്ഞതാണ്. അപ്പോൾ ജസ്റ്റ് പുതിയണ്ണും പുതിയാപ്പിളയായിട്ടുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ മഹരിബിന് ശേഷമാണ് കേട്ടോ പുതിയണ്ണും പുതിയാപ്പിളയും അങ്ങോട്ട് പോകണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകണമെന്ന് ഇനി ഇൻഷാ അല്ലാ എന്തെങ്കിലും വരുമ്പോൾ എന്തായാലും പോകട്ടെ. കാരണം എൻ്റെ ഞങ്ങൾ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെയുണ്ട് മദ്രസും കോളേജൊക്കെ. അവിടെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന ഉസ്താദിൻ്റെ മോനാണ് കേട്ടോ ഈ കെട്ടണത്. അപ്പോൾ എന്തായാലും ഉസ്താദിനെ കാണണമെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ ആ ഒരു ഇത് എന്തായാലും ഇനി വരുമ്പോൾ, അപ്പോൾ അതാ പുതിയാപ്പിള വരുമ്പോൾ ഉള്ള ഫോട്ടോസ് എടുക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ പുതിയാപ്പിള കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹാളിലേക്ക് തന്നെ അവിടെ പെണ്ണും ഒക്കെ കാത്തിരിക്കുകയാണല്ലോ. ഉള്ളിലേക്ക് പോയിട്ട് നല്ല പടക്കം പൊട്ടലും നല്ല ആരവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നല്ല മ്യൂസിക്കും കാര്യങ്ങളും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം നമുക്ക് നല്ല നല്ല പാട്ടാണെങ്കിൽ പോലും നമുക്ക് ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ അതാ എൻ്റെ നാത്തൂൻ്റെ ആങ്ങള കേട്ടോ, ചെക്കൻ്റെ അമ്മോശാക്കയാണ്. അപ്പോൾ കൈ ഒടിച്ച് അകത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി അവരെല്ലാവരും കൂട്ടുകാരന്മാരൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ ബ്രദറും നാത്തൂനൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന സന്തോഷം അവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ നാത്തൂന് അവർ ആറ് പേരാണ് കേട്ടോ. അവർ 5 പെണ്ണും ഒരാണുമാണ്. അവളെ വാപ്പ മരിച്ചുപോയി. ഇപ്പോൾ ഉമ്മാനെ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ആങ്ങളുടെ ഇപ്പോൾ ഈ കല്യാണം കഴിക്കണ പെണ്ണിൻ്റെ വാപ്പാൻ്റെ കല്യാണം ഞാൻ കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം അപ്പോൾ ഇനി
ഈ കുട്ടീനെ കെട്ടിക്കണ കുട്ടീൻ്റെ കല്യാണം കൂടി മാഷാ അല്ലാ അൽഹംദുലില്ലാ കൂടെ നിന്നുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ എന്തായാലും. കാരണം നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ അള്ളാഹു തരാൻ വേണ്ടിയിട്ട്. അത് ഇന്നലെ കഴിഞ്ഞ മാതിരി എനിക്ക് തോന്നണം കേട്ടോ. കാരണം എൻ്റെ നാത്തൂൻ്റെ അമ്മായിയാണ്. അപ്പോൾ ഓരോരുത്തരെ നമ്മളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാത്തൂനും ആങ്ങളയും പിന്നെ അനിയത്തിൻ്റെ മരുമോനും മോളും കുട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ താത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഒറ്റ ക്ലിപ്പ് പോലും ഇവർ എടുത്തിട്ടില്ല. കാരണം അത്രയും സമയങ്ങൾ അവിടെ നിന്നു സംസാരിച്ചു. ഒരുപാട് സമയം ചായയൊക്കെ കുടിച്ച് കുട്ടികളെല്ലാവരും കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാ വല്യമ്മേൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ കേട്ടോ ഞാൻ ആ ഭാഗം ഞാൻ ഇങ്ങനെ പിന്നെ ഇടാൻ പറ്റുമെന്ന എന്താ പറയുക ആ ഭാഗം ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മളിങ്ങനെ സംഭാഷണം കൊണ്ട് അത് ഇടാവില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു നിങ്ങളെന്നെ മറന്നോ എന്ന് ചോദിച്ചു. കാരണം ആൾക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഏജിൻ്റെ ഉണ്ട് 97 വയസ്സായിട്ടുണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ ഇടയ്ക്കൊരു അന്തം മറിയൽ. പക്ഷേ എന്നെ കണ്ടിട്ട് എന്നെയൊന്നും ഒരിക്കലും മറന്നിട്ടില്ല കേട്ടോ. അപ്പം എന്നെ നിങ്ങൾ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ ദുനിയാവിൽ നിന്ന് അങ്ങനെ മറക്കുമോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടോ. എന്നെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കേട്ടോ ആ ഒരു വർത്താനമൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എൻ്റെ വല്യമ്മാനെ കണ്ട വീഡിയോ ഇതിലിട്ടത്. കാരണം എന്നും ഇതിൽ കിടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് സംസാരിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കേട്ടോ ഇടയ്ക്കൊന്ന് അന്തം ഇങ്ങനെ ഒന്ന് ഓർമ്മക്കുറവ് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ എൻ്റെ മാമയാണ് ഇരിക്കണത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് യാത്ര പിന്നെ പറഞ്ഞു പോന്നു കേട്ടോ. ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ വന്ന് എൻ്റെ കൂടപ്പിറപ്പുകളെയൊക്കെ കാണണം, എൻ്റെ കുടുംബത്തിനെ കാണണം, വല്യമ്മാനെ കാണണം. അങ്ങനെ കുറേ നാളായി ഇത് ചിന്തിക്കും. വരാൻ പറ്റുമ്പോൾ എനിക്ക് സത്യത്തിൽ ആ വരുന്ന ദിവസമാണ് കേട്ടോ ഞാൻ ഉറപ്പിക്കുള്ളൂ. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ എന്തായാലും മനുഷ്യനല്ലേ. അപ്പോൾ ഉറപ്പിക്കുള്ളൂ. അപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ് ഇന്നലെ രാത്രി ഒന്നും ശരിക്കും ഉറങ്ങിയിട്ടില്ല കേട്ടോ. കുട്ടികൾ ആരും ഉറങ്ങിയില്ല. ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ഇന്നലെയൊക്കെ. ഒരുങ്ങലൊക്കെ പണ്ടും ഇങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ ചില്ലും വാവ ജിനും ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്ന ദിവസം രാത്രി ഒന്നും ഉറങ്ങൂല. എല്ലാവരും ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടാണ് യാത്ര അതുപോലെ തന്നെ കേട്ടോ. അതിൽ വാവ മാത്രമാണ് കുറവുള്ളത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ എനിക്ക്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസം. എന്താ പറയുക ഒരു മിനിറ്റ് പോലും ഞാൻ പാഴാക്കിയിട്ടില്ല എൻ്റെ കൂടപ്പിറപ്പുകളുടെ അടുത്തും എൻ്റെ കുടുംബത്തിൻ്റെ അടുത്തും കേട്ടോ. കാരണം ഞാൻ എപ്പോഴും ഒരു ഹോം സിക്നെസ് കൂടുതലുള്ള ഒരാളാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ, മക്കൾ, അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എനിക്കൊരു ജീവിതം ഇല്ലാത്തൊരു മാതിരിയാണ് കേട്ടോ. നമ്മൾ ദുനിയാവിൽ എത്ര നാളാണ് നമ്മളൊക്കെ ജീവിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾ കുടുംബ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിച്ച് സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നമുക്ക് കൂടുതൽ കൊടുക്കാനും വാങ്ങാനും തരാനൊന്നും ഇല്ലെങ്കിലും എപ്പോഴും നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് എപ്പോഴും നല്ലൊരു തൃപ്തിയോടെ ജീവിക്കണമല്ലോ. അപ്പോഴാണ് നമ്മൾ നാളെ ഖബറിലും ഇതുമാതിരിയുള്ളൊരു അവസ്ഥ നമുക്ക് വരുള്ളൂ. കാരണം നമ്മൾ ഇതേ ഒരു അവസ്ഥ നമ്മൾ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചു അതിന് അനുസരിച്ചായിരിക്കും നമ്മൾ നാളെ നമുക്ക് ഖബറിലുള്ള ജീവിതം കേട്ടോ. അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണന്ന് വിമല ഫാർമസിയിൽ നിന്ന് എന്താ പറയുക രാസനാദിയൊക്കെ വാങ്ങിക്കാനുണ്ട്. കാരണം ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും വാങ്ങിക്കൊണ്ടുപോകില്ല കേട്ടോ. നമ്മളെ നാട്ടിലുള്ള രാസനാദി പൊടി ഒട്ടും ഒരു ഇതില്ല. കാരണം ഞങ്ങൾ ചെറുപ്പം മുതൽ കേട്ടോ. ഞാനൊക്കെ എൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ വല്യമ്മ ശീലാക്കിയൊരു ശീലമാണ്. എൻ്റെ മക്കളും മരുക്കളും എൻ്റെ പേരക്കുട്ടികളും എല്ലാവരും ഇത് ഉപയോഗിക്കും. എൻ്റെ കൂടപ്പിറപ്പുകളൊക്കെ കേട്ടോ. ഞങ്ങളെല്ലാവരും ഈ രാസനാദി കുളിച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതാണ് ഇട്ടിട്ട് വേറെ ഉള്ളതിന് പോവുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ചെറുപ്പത്തിൽ ശീലമായതാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കല കേട്ടോ. അപ്പോൾ അത് പെരിന്തൽമണ്ണ ഇങ്ങനെ കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഇതാട്ടോ. കാരണം ഇന്നലെ ഈ സമയത്തൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യം അങ്ങോട്ട് വരുന്നതും എല്ലാവരും കാണുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ ഇങ്ങനെ പട്ടാമ്പി റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതാട്ടോ. അപ്പോൾ അവിടെ ഈ ഒരു ഫിഷിൻ്റെ ഒരു ഷോ ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ഭയങ്കര നല്ലൊരു മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം അതൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനിയും അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ ഉള്ള തിരിച്ച് വന്ന് ഇവരൊക്കെ കാണാനും ഉള്ള അള്ളാഹു തരട്ടെ എന്നുള്ള പ്രാർത്ഥന കേട്ടോ. അപ്പോൾ നമ്മളിനി ഏകദേശം ഇപ്പൊക്കെ അവിടുത്തെ ഓർമ്മകൾ നമ്മൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അവരെ കണ്ട എക്സൈറ്റ്മെൻ്റ് ഒന്നും നമ്മൾ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും അതുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഏകദേശം പട്ടാമ്പിയൊക്കെ കഴിഞ്ഞാൽ ഓരോരുത്തരും ഉറങ്ങൽ തുടങ്ങും.